ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃത്തത്തെക്കുറിച്ചാണ്. സർക്കിൾ അഥവാ വൃത്തം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വൃത്തത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും വൃത്തത്തിന്റെ 5 ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ ഭാഗം, ഏതൊരു സർക്കിളിനും ഏതൊരു വൃത്തത്തിനും ഒരു സെന്റർ പോയിന്റ് ഉണ്ടായിരിക്കും, ഒരു നടുവിലൊരു പോയിന്റ് ഉണ്ടായിരിക്കും, മധ്യബിന്ദു ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സെന്റർ പോയിന്റിൽ നിന്ന് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരക്കുന്ന വര അഥവാ മധ്യബിന്ദുവിൽ നിന്നും സർക്കിളിലെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് വരക്കുന്ന ഒരു പകുതി വരക്ക് നമ്മൾ വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നു. മൂന്നാമത്തത്, ഈ വൃത്തത്തിന്റെ സെന്റർ പോയിന്റിലൂടെ വൃത്തത്തിന്റെ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വര അഥവാ മുഴുവൻ വര, ആ വരക്ക് നമ്മൾ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നു. ഇനി നാലാമത്തെ പോയിന്റ്, ഈ വൃത്തത്തിന്റെ സെന്റർ പോയിന്റിലൂടെ അല്ലാതെ വൃത്തത്തിന്റെ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വരക്ക് നമ്മൾ വൃത്തത്തിന്റെ ഞാൻ അഥവാ കോഡ് എന്ന് പറയുന്നു. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ വൃത്തത്തിന്റെ പഠിക്കേണ്ടത്, ഏതൊരു വൃത്തത്തിന്റെയും സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 360 ആയിരിക്കും. ഈ 5 കാര്യങ്ങൾ ആദ്യം നമ്മൾ വൃത്തത്തെക്കുറിച്ച് മനസ്സിലാക്കി വെക്കണം.